ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എന്താ പറയാ സൂചന എന്താണ്? ഇന്ത്യൻ രാഷ്ട്രീയത്തില്, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തില് തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ തീണ്ടിക്കൂടായ്മ എന്നൊന്നും ഇല്ലാണ്ടായി. ബി.ജെ.പിയെ ജയിക്കാൻ അനുവദിക്കില്ല, ബി.ജെ.പിയെ കേരളത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല, എന്തൊക്കെ ആയിരുന്നു ഇവിടെ പറഞ്ഞത്. ഇവിടുത്തെ ചില മാധ്യമങ്ങളുടെ എന്തായിരുന്നു നിലപാട് എന്തായിരുന്നു? സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് പോകും, കെ മുരളീധരൻ ജയിക്കും. സത്യത്തിൽ തൃശ്ശൂരിൽ വെറുതെ പോയി ഒരു 2 മണിക്കൂർ നേരം തൃശ്ശൂർ നഗരത്തിൽ ചെലവഴിച്ച് 4 ഓട്ടോറിക്ഷക്കാരോടും 2 ലോട്ടറി വിൽപ്പനക്കാരോടും നാട്ടുകാരോടൊക്കെ പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് തിരിച്ചു വരുന്ന ഒരാൾക്ക് ബോധ്യമാവും അവിടെ മത്സരം സുരേഷ് ഗോപിയും സുനിൽകുമാറും തമ്മിലായിരുന്നു, മുരളീധരൻ 3-ാം സ്ഥാനത്തായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ അതൊക്കെ മനഃപൂർവ്വം തമസ്കരിച്ച് കേരളത്തിൽ ബി.ജെ.പിയെ കാലുകുത്താൻ അനുവദിക്കില്ല, ഇതൊക്കെ പൊളിഞ്ഞ് പാളീസായില്ലേ. ഇവിടെ എന്താ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ പ്രത്യേകത? ഇന്ത്യയിൽ എവിടെയും ബി.ജെ.പി ജയിക്കുമെന്ന് വന്നല്ലോ. കാശ്മീർ മുതൽ കേരളം വരെ ബി.ജെ.പി ജയിച്ചു. ഒറീസ എന്ന് പറയുന്ന ഇന്നലെ വരെ ബി.ജെ.പി വലിയ നാമമാത്രമായ രീതിയിൽ മാത്രം ഉണ്ടായിരുന്ന പുതിയൊരു സംസ്ഥാനം ബി.ജെ.പിയുടെ കയ്യിലായി. കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാന 3 മാസം മുന്നെയാണ് കോൺഗ്രസ് തെലുങ്കാനയിൽ അധികാരത്തിൽ വന്നത്. അവിടെ 8 സീറ്റ് കോൺഗ്രസിനും 8 സീറ്റ് ബി.ജെ.പിക്കും സമാസം. ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ്, ആലോചിക്കണം. പണ്ടൊക്കെ ബി.ജെ.പിക്ക് ഇന്ത്യ ഭരിക്കണമെങ്കിൽ ഉത്തർപ്രദേശ് ജയിക്കണമായിരുന്നു. ഇന്നിപ്പോൾ ഉത്തർപ്രദേശിൽ അത്യാവശ്യം സീറ്റ് നഷ്ടപ്പെട്ടാലും അത് ഒറീസ കൊണ്ടോ തെലുങ്കാന കൊണ്ടോ ഇനി അതല്ല ആന്ധ്രാപ്രദേശ് കൊണ്ടോ, എന്തിന് കർണാടകത്തിൽ 1 കൊല്ലം മുന്നേ കോൺഗ്രസ് ജയിച്ച സംസ്ഥാനമാണ്. അവിടെ കോൺഗ്രസിന് ഒറ്റ സംഖ്യ 9, 2 സംഖ്യ ഇരട്ട സംഖ്യയിൽ എത്തിയിട്ടില്ല. അപ്പോ അവിടെ D.K. സുരേഷ് കുമാർ, ശിവകുമാറിന്റെ അനിയൻ D.K. സുരേഷ് കുമാർ 2.25 ലക്ഷം വോട്ടിനാണ് ബാംഗ്ലൂർ റൂറൽ തോറ്റത്. ആദ്യമായിട്ടാണ് ബി.ജെ.പി ബാംഗ്ലൂർ റൂറൽ ജയിക്കുന്നത്. അപ്പോ ഇങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ അവസാനിച്ച, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ അവസാനിച്ച തെരഞ്ഞെടുപ്പാണ്. ആ കാര്യത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ് സ്ത്രീകൾ, യാതൊരു സംശയവുമില്ല കാര്യത്തിൽ. കാരണം കേരളത്തിൽ നിന്നും ഒരു സ്ത്രീയെ പോലും ഇത്തവണ ജയിപ്പിക്കാൻ ഈ 2 മുന്നണിക്കും സാധിച്ചിട്ടില്ല. അവര് ജയസാധ്യതയുള്ള ഒരു സീറ്റും സ്ത്രീകൾക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ സ്ത്രീകളെ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് എത്തിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടായ ഉത്തരവാദികൾ 2 മുന്നണികളും തന്നെയാണ്. അതേസമയത്ത് ബി.ജെ.പിയുടെ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ പോയി ഏതാണ്ട് 3 ലക്ഷം വോട്ടാണ് പിടിച്ചത്. ഒരു 6 മാസം മുന്നേങ്കാൽ അവർ പ്രവർത്തനം തുടങ്ങിയിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു എന്ന് പറയാൻ പോലും നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഏതായാലും അങ്ങനെയെങ്കിലും ഒരു സ്ത്രീ ഇവിടെ വരുന്നുണ്ടല്ലോ, മത്സരിക്കാൻ വരുന്നുണ്ട്, അതും ജയസാധ്യതയുള്ള ഒരു സീറ്റിൽ വരുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയെങ്കിലും കേരളത്തിൽ നിന്ന് ഒരു സ്ത്രീ MP, ഒരു വനിതാ MP ഉണ്ടാവട്ടെ.